ജോണി ആന്റണിയെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. CID മൂസ എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ മതി അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ. ഇനി അദ്ദേഹത്തെ കുറിച്ച് ജെറി പൂവക്കാല എന്ന് പറയുന്ന സാറ് എഴുതിയ ഒരു പോസ്റ്റാണ് ഞാനിവിടെ വായിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഇതൊന്ന് കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് എത്തിക്കുക. കാരണം ഇതിലൊരുപാട് ഇന്നത്തെ തലമുറക്കും ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ഈ ഒരു പോസ്റ്റ് ഇട്ട. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ ക്രെഡിറ്റ് ജെറി പൂവക്കാല എന്ന് പറയുന്ന സഹോദരൻ ഞാൻ കൊടുത്തുകൊണ്ട് ആ ഒരു പോസ്റ്റ് ഞാൻ വായിക്കുകയാണ്. ചങ്ങനാശ്ശേരി മാമൂട്ടിൽ ഒരു ഓലമേഞ്ഞ വീട്ടിൽ ജനനം. അപ്പച്ചൻ്റെ വയസ്സാം കാലത്താണ് ജോണി ഉണ്ടായതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പന് 52 വയസ്സുള്ളപ്പോൾ പിറന്ന ഇളയ മകനാണ് ജോണി. ചേച്ചിമാരുടെയും ചേട്ടൻ്റെയും കുഞ്ഞു ബാവ. ജോണി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞു. ജോണിയുടെ അപ്പൻ പഴയ 7ാം ക്ലാസ്സുകാരനും ബ്രിട്ടീഷ് പട്ടാളത്തിലുമായിരുന്നു. നല്ല പട്ടാളക്കാരൻ്റെ മീശ വെച്ച അച്ഛൻ. റിട്ടയർ ആയി കഴിഞ്ഞു. അപ്പൻ പല കച്ചവടങ്ങൾക്കും പോയി, പലതും പൊട്ടിപ്പോയി. അവസാനം മീൻ കച്ചവടമായിരുന്നു. ജോണിക്ക് 21 വയസ്സുള്ളപ്പോൾ അപ്പൻ മരണപ്പെട്ടു. അപ്പനും അമ്മയും പ്രാർത്ഥനാ പോരാളികളായിരുന്നു. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെയും മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ച് അതിനെ അതിജീവിക്കുവാനുള്ള വിശ്വാസം നേടിയിരുന്നു. ഇന്നും ജോണിക്ക് പ്രാർത്ഥനയിലും ദൈവത്തിലും ഭയങ്കര വിശ്വാസമാണ്. ജോണി എന്നും പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ ജയനെ പോലെ ആക്കണമേ എന്ന്, ദൈവമേ എന്നെ ഒരു നടൻ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ജോണിയുടെ സ്വന്തം നാട്ടിൻ പുറത്തു നിന്ന് സിനിമയിൽ വലിയ ബന്ധമുള്ള ജോക്കുട്ടൻ ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ ജോണി ഓടിച്ചെന്ന് ജോക്കുട്ടനോട് തൻ്റെ സിനിമ സ്വപ്നം പറഞ്ഞു. ജോക്കുട്ടൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. ജോക്കുട്ടൻ ജോണിക്ക് ഉറപ്പ് കൊടുത്തു, ഞാൻ നിന്നെ മദ്രാസിൽ കൊണ്ടുപോയി സിനിമയിൽ കയറ്റാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓടിക്കുമ്പോൾ ജോണി പ്രീ ഡിഗ്രിക്ക് തോറ്റുപോയി. പിന്നെ ആകെയുള്ള ഒരു പ്രത്യാശ ജോക്കുട്ടൻ്റെ വാക്കായിരുന്നു. അങ്ങനെ KEK 8847 എന്ന എരുമാലി കാഞ്ഞിരമറ്റം എന്ന ബസ്സിലെ കണ്ടക്ടറായി ജോലി കിട്ടി. 80 രൂപ ശമ്പളം. 50 രൂപക്ക് പോയി ഷാപ്പിൽ നിന്ന് ചോറ് കഴിക്കും, ബസ്സിൽ തന്നെ ഉറക്കം. ഒരിക്കൽ ബസ്സിൽ നിന്ന് സ്റ്റീരിയോ മോഷണം പോയി. താൻ ബസ് ഇട്ടിട്ട് സിനിമ കാണാൻ പോയപ്പോഴായിരുന്നു സംഭവം. ആ കാലങ്ങളിൽ വണ്ടി മോഷണത്തേക്കാൾ സ്റ്റീരിയൽ മോഷണമായിരുന്നു പതിവ്. പിന്നെ ബാക്കി സിനിമക്ക് പോകുവാൻ വെക്കും. പള്ളിയിലച്ഛനാകുവാനായിരുന്നു ഇഷ്ടം. അമ്മാച്ചൻ പള്ളിയിൽ അച്ഛനായതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് കണ്ടിട്ട് മാത്രമല്ല, അദ്ദേഹം കഴിക്കുന്ന വിഭവ സമൃദ്ധമായ ഭക്ഷണവും കണ്ടിട്ട് ഒരുപാട് അച്ഛനാവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ജോക്കുട്ടൻ തൻ്റെ വാക്ക് പാലിച്ച് ജോണിയെ മദ്രാസിന് കൊണ്ടുപോയി. മദ്രാസിൽ ചെന്ന് ഓരോ സംവിധായകരോടും അവസരം ചോദിച്ചു. അവിടെ ഒരുപാട് പട്ടിണി കിടന്നു, വല്ലാതെ കഷ്ടപ്പെട്ടു പോയി. പക്ഷെ സ്വപ്നം മുഴുവൻ സിനിമ വരുമെന്നായിരുന്നു. വല്ലാതെ അലഞ്ഞു നടന്നു പരിശ്രമിച്ചു. അവസാനം തുളസിദാസ് എന്ന സംവിധായകൻ്റെ കീഴിൽ അസിസ്റ്റൻ്റായി ജീവിതം തുടങ്ങി. പിന്നെ 12ലധികം പടങ്ങൾക്ക് അസിസ്റ്റൻ്റായി. അവസാനം തൻ്റെ 30ാമത്തെ വയസ്സിൽ CID മൂസ സ്വന്തമായി ഡയറക്റ്റ് ചെയ്തു. അന്ന് തന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോയ ജോക്കുട്ടൻ ഒന്ന് ചിരിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതം എല്ലായ്പ്പോഴും നമ്മൾക്ക് വിജയം നൽകുകയില്ല. പക്ഷെ നിരന്തരമായ ആഗ്രഹവും കഠിനാധ്വാനവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നമ്മൾ എത്തിപ്പെടുവാൻ കഴിയാത്ത മേഖലയില്ല. സ്വപ്നമുള്ളവൻ എത്ര കഷ്ടപ്പെട്ടാലും അവൻ്റെ സ്വപ്നത്തിൽ എത്തിപ്പെട്ടിരിക്കും. നിങ്ങളുടെ അവസ്ഥ എന്തുമായി കൊള്ളട്ടെ, സ്വപ്നമുള്ള നിനക്കൊരുപാട് പോരാട്ടങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. പക്ഷെ ഉറച്ച് നിൽക്കണം, മുന്നോട്ട് പോകണം. നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. ഇതാണ് കേട്ടോ ജെറി പൂവക്കാല എന്ന് പറയുന്ന ആ ഒരു സാറ് എഴുതിയത്. എന്തായാലും ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടോ ഇന്നത്തെ തലമുറകൾക്ക്, കഷ്ടപ്പെടുന്ന ആളുകൾക്ക്. എന്തായാലും ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെച്ചതിന് അദ്ദേഹത്തോട് ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദി ആൻഡ് ബിഗ് സല്യൂട്ട് പറയുകയാണ്. എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.